GCC രാഷ്ട്രത്തലവന്മാരുമായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് എന്നറിയുന്നു. പ്രജിത്ത്, എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, അല്പസമയത്തിനകം ഈ സുരക്ഷാ സമിതിയുടെ യോഗം, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ കൗൺസിലിൻ്റെ യോഗം ചേരുന്നു എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിപ്പോൾ ആരംഭിച്ചിട്ടുണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും ആ യോഗം നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന്, ഇറാനിൽ നടക്കുന്ന ഈ സിറ്റുവേഷൻ അത് രാജ്യം അത് അനലൈസ് ചെയ്യും. രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് സുരക്ഷാ ഉപദേഷ്ടാവ് അടക്കമുള്ളവർ, രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ, വിദേശകാര്യമന്ത്രി അടക്കമുള്ളവർ, അതോടെ ഈ മേഖലയിലെ വിവിധ ഉപദേഷ്ടാക്കൾ, വിദഗ്ധർ എന്നിവരെല്ലാം ചേരുന്ന യോഗത്തിൽ എന്താണ് ഭാരതം ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട ഒരു നിലപാട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു ലോക നേതാവാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പല രാജ്യങ്ങളും ഇന്ത്യ ഇടപെടണം എന്നുള്ള ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. പ്രത്യേകിച്ച് ഭാരതവും ഇപ്പോൾ ഈ യുദ്ധത്തിൽ ഉൾപ്പെടുന്ന എല്ലാ രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം അത്രയധികം സ്ട്രോങ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം, ഇസ്രായേലിൽ ഈ ആക്രമണം തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തുന്നതും അദ്ദേഹത്തിന് അവിടെ ലഭിച്ച സ്വീകരണവുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇസ്രായേലിലെ ഭരണ പ്രതിപക്ഷങ്ങൾ ഒരുപോലെ വലിയ സ്വീകാര്യത നൽകിയിട്ടുള്ളൊരു ലോക നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയുടെ കാര്യത്തിലാണെങ്കിലും അത് തർക്കമില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇറാൻ്റെ കാര്യവുമായി വരുമ്പോൾ ചാബഹാർ തുറമുഖമടക്കം വികസിപ്പിക്കുന്നതിന് കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടവുമായും വളരെ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിൻ്റെ ഒരു എപ്പോഴും അതിനെ ഇറാനും ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അപ്പുറത്തുള്ളത് GCC രാജ്യങ്ങളാണ്. GCC രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധവും നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആ രാജ്യങ്ങളിലെ പലതിൻ്റെയും ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി പോലും പലപ്പോഴും ലഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നയതന്ത്ര തലത്തിലാണെങ്കിലും സാമ്പത്തിക, വ്യാപാര, സൈനിക സഹകരണ രംഗങ്ങളിലാണെങ്കിലും ശരി, ഈ പറയുന്ന പല രാജ്യങ്ങളുമായിട്ടും ഭാരതത്തിന് വലിയ ബന്ധങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ലോക നേതാക്കളുണ്ട്. അവർ പലപ്പോഴും ഈ കോൺഫ്ലിക്റ്റ് തുടങ്ങിയതിന് ശേഷമൊക്കെ ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. GCC രാജ്യ തലവന്മാരുമായിട്ടും അതോടൊപ്പം തന്നെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിവിധ രാജ്യങ്ങളുമായിട്ടുമൊക്കെ പ്രധാനമന്ത്രി ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, GCC തലവന്മാരുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്താൻ പ്രധാനമന്ത്രി തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ അത്തരം സൂചനകൾ നമുക്ക് ലഭിക്കുമ്പോൾ അതിലേറ്റവും നിർണായകമാകുന്നത് നമ്മൾ ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഉണ്ടായേക്കാവുന്ന ഒരു വലിയ ഒഴിപ്പിക്കലുണ്ട്, ഒരു ഇവാക്യുവേഷൻ ഉണ്ട് ഭാരതീയ പൗരന്മാരുടെ ആ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ നിന്ന്. അപ്പോൾ സ്വാഭാവികമായും ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ കേൾക്കുന്നു ഇസ്രായേൽ 100,000 സൈനികരെ വിന്യസിക്കാൻ തീരുമാനമെടുക്കുന്നു എന്ന്. അതായത് കരയുദ്ധത്തിലേക്കോ കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ടി വരും. കാരണം നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇപ്പോൾ എയർ സ്ട്രൈക്കുകൾക്ക് അപ്പുറത്തേക്ക് തങ്ങളുടെ സൈനിക ശേഷി കൂടുതലായി വിന്യസിക്കാനുള്ള സാധ്യത കണ്ടിരുന്നു. ഏതാണ്ട് 70,000-ഓളം റിസർവ് സൈനികരെ, ഇപ്പോൾ റിസർവായി നിർത്തിയിരിക്കുന്ന സൈനികരെ മൊബിലൈസ് ചെയ്ത സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ 70,000-ഓളം സൈനികരെ മൊബിലൈസ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും 100,000-ഓളം റിസർവ് സൈനികരെ മൊബിലൈസ് ചെയ്യാൻ ഇസ്രായേൽ തീരുമാനമെടുക്കുന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 1,70,000-ഓളം വരുന്ന സൈനികർ ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇസ്രായേൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പൂർണ്ണമായും ഒരു കരയുദ്ധത്തിലേക്ക് ഇക്കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം വേണമെങ്കിൽ നമുക്ക് ഈ നിമിഷം പ്രതീക്ഷിക്കാം. ഇസ്രായേൽ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ തന്നെ ഇറാൻ്റെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളും തിരിച്ചടിക്കുള്ള കേന്ദ്രങ്ങളുമൊക്കെ ഇപ്പോൾ തന്നെ ഏതാണ്ട് നശീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഈ 100,000 സൈനികരെ ഇസ്രായേൽ വിന്യസിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നതിനൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ചേർത്ത് നമ്മൾ വായിക്കേണ്ടത്. ഈ അമേരിക്കയുടെ കപ്പൽപ്പട ഇറാനിൽ ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട ഡിസ്ട്രോയർ തന്നെ ഇപ്പോൾ ടോംഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ വിവരമായി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇറാനിലെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം കൊടുമ്പിരി കൊള്ളുന്നു, ലക്ഷ്യമില്ലാതെ അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നു ഇറാനെങ്കിൽ, മറുവശത്ത് ഇസ്രയേലും അമേരിക്കയും ബ്രിട്ടനും ഗൾഫ് രാഷ്ട്രങ്ങളും ഒക്കെ ചേർന്ന് കൃത്യമായ പദ്ധതിയിട്ട് ആക്രമിക്കാനും പ്രതിരോധിക്കാനും തീരുമാനിച്ചിരിക്കുന്നു.